People of God. ദയവായി And Ephesians 4:15. We ദൈവവചനം start തുറന്ന് off there and we wait on the Lord to move on. ആമേൻ. അവിടെ തുടങ്ങി നമുക്ക് ദൈവം നയിക്കുന്നത് പോലെ മുന്നോട്ട് പോകാം. എഫേഷ്യൻസ് 4:15. To understand 4:15, Paul is giving us a very simple method of growing up. ക്രിസ്തുവിൽ വളരാൻ ലഘുവായിട്ടുള്ള ഒരു മാർഗ്ഗം അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. Now it is necessary that we grow. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വളരേണ്ടത് അത്യാവശ്യമാണ്. Without growth, we will be of no use to the kingdom of God. വളർച്ച കൂടാതെ ദൈവരാജ്യത്തിൽ നമ്മളെ കൊണ്ട് പ്രയോജനപ്പെടാൻ സാധ്യമല്ല. We cannot expect to be babies all the days of our life. നമ്മുടെ ജീവിതകാലം മുഴുവൻ ശിശുക്കളായി നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. Imagine trying to change the pamper of a 40-year-old person. 40 വയസ്സുള്ള ആളുടെ പാമ്പർ മാറ്റണം എന്ന് പറഞ്ഞാൽ വലിയ By the way, പ്രയാസമാണ്. that is happening in Christianity all over. എന്നാൽ ക്രിസ്തീയ സർക്കിളിൽ അത് നടക്കുന്നുണ്ട്. I strictly am not for that in this church, and I know I have the Lord's agreement on what I say. ഞാൻ അതിനോട് ഈ സഭയിൽ കൂട്ടു നിൽക്കത്തില്ല. അതിനായിട്ട് കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. What does it say in verse 15? എഫേസ്യർ 4:15 എന്ത് പറയുന്നു? But speaking the truth in love, we are to grow up in all aspects into Him who is the head, even Christ. ആമേൻ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. So if you are a Christian, അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ you are expected to grow. നിങ്ങളുടെ ഒരു വളർച്ച പ്രതീക്ഷിക്കുന്നു. What is the mark of that? What is your destination? നമ്മുടെ ലക്ഷ്യം എന്താണ്? What's the destination? Christ Himself is the destination. ക്രിസ്തു തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. Our destination is not how many churches we plant or how many people we heal. These things we will do. എത്ര സഭകൾ സ്ഥാപിച്ചു, എത്ര ആളുകളെ നേടി, ഇതല്ല നമ്മുടെ ലക്ഷ്യം. ഇത് നമ്മൾ ചെയ്യും. Yeah, because the Lord is in us, He's going to use us mightily. In 2013, we are going to be mightily used. ക്രിസ്തു നമ്മളിലുള്ളതുകൊണ്ട് ദൈവം നമ്മളെ ഉപയോഗിക്കും. ഇതൊക്കെ നടക്കും. But in the midst of all this, He expects us to grow like that. എന്നാൽ ഇതിന്റെ നടുവിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുവാൻ And the way to grow, the Bible has prescribed a way, is to speak the truth in love. ആമേൻ. വളരുവാൻ ദൈവവചനം നമ്മൾ നിർദ്ദേശിക്കുന്ന വഴിയാണ് സ്നേഹത്തിൽ സത്യം Now സംസാരിക്കുക. this great apostle was writing the church in Ephesus. മഹാനായ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് എഴുതുകയാണ്. And there is a reason why in Ephesus he specifically mentions about speaking the truth in love. എഫെസോസിൽ സത്യം സംസാരിക്കുന്നതിനെ പറ്റി, സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്ന എഴുതുന്നതിന് പ്രത്യേക കാരണമുണ്ട്. In the church in Ephesus was planted in the midst of sorcerers and witchcraft people. ആഭിചാരങ്ങൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ നടത്തിയിരുന്ന ആളുകളെ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട അങ്ങനെയുള്ള ആളുകളുള്ള ഒരു സഭയാണ് ഈ സഭ. And do you know how witchcraft works? നിങ്ങൾക്കറിയാമോ ആഭിചാരം എങ്ങനെ പ്രവർത്തിക്കുന്നത്? The magicians say something. ഹല്ലേലൂയ. അതെ, ആഭിചാരകൻ മന്ത്രങ്ങൾ ഉച്ചരിക്കും. Exactly. You know what mantras is in mantras? ഹല്ലേലൂയ. You know, those are meaningless, repetitive words which people keep on saying. They influence demonic spirits and make them to do certain things. That's how mantravadam works. ഹല്ലേലൂയ. അർത്ഥങ്ങളൊന്നുമില്ലാത്ത വ്യർത്ഥമായിട്ടുള്ള ജൽപ്പനങ്ങൾ അവരിങ്ങനെ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അതിൽ കൂടെ പൈശാചിക ശക്തികളെ അവർ ആവാഹിച്ച് ദുഷ്ടത പ്രവർത്തിക്കുവാനായിട്ട് അവർ ഉപയോഗിക്കും. Just imagine what an anointed man the pastor of Ephesus must have been. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, എഫെസോസിലെ പാസ്റ്റർ എത്ര അഭിഷേകമുള്ളവനായിരുന്നിരിക്കണം. How many varieties of demons must have been attacking the church in Ephesus? ഏതൊക്കെ തരത്തിലുള്ള ഭൂതാത്മ ശക്തികൾ അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കണം. And to him and to the church, Paul says, don't be worried, don't be concerned about all this, how many varieties of demons. You speak the truth in love. That's all you need to do. ആമേൻ. ദേവദാസനോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എത്ര ഭൂതാത്മ ശക്തികൾ കടന്നു വരുന്നുണ്ട്, നീ വിഷയമാക്കണ്ട, നീ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക, വളരുക. You know, different places, by the way, this is for your academic interest. There are different locations, different territories, there are different kinds of demonic strongholds. ഹല്ലേലൂയ. നമ്മുടെ അറിവിനായിട്ട് പറയുകയാണ്, പല തരത്തിലുള്ള പൈശാചിക ശക്തികളുണ്ട്. പല സാഹചര്യങ്ങൾ അനുസരിച്ച്, ദേശത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. Can you tell me what is the specific demonic spirit in Kerala, from where many of us come from? നമ്മളിൽ പലരും വന്ന കേരളത്തിലെ പൈശാചി, അവിടുത്തെ ദേശാധിപത്യ ശക്തിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാം. You do not see that in Tamil Nadu, the state next to us. നമ്മുടെ അടുത്തുള്ള തമിഴ്നാട്ടിൽ അത് നമുക്ക് കാണാൻ You പറ്റില്ല. won't see it in Karnataka. കർണാടകത്തിൽ അതല്ല. You will not see it in Andhra Pradesh. ആന്ധ്രാപ്രദേശിൽ വേറൊന്നാണ്. You will not see it in Bombay. ബോംബെ വേറൊന്നാണ്. You will see it only in Kerala. കേരളത്തിൽ മാത്രമുള്ള It പ്രത്യേകത. is because of this spirit that a man called Vivekananda called Kerala a madhouse many years before we were born. ആമേൻ. അതുകൊണ്ടാണ് വിവേകാനന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തെ ഒരു ഹല്ലേലൂയ ഭ്രാന്താലയം എന്ന് വിളിച്ചത്.
Do you know what that spirit is, which is specific to the people in Kerala? കേരളക്കാർക്ക് മാത്രമുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ആത്മാവ്. Unfortunately, wherever they go, they try to carry it with them. അല്ലേ, അവരെവിടെ പോയാലും അവരെ ആ ആത്മാവിനെ കൂടെ കൊണ്ടുപോകും. But not in this church. എന്നാൽ ഈ സഭയിൽ അത് Somebody shout an നടക്കത്തില്ല. amen. ആമേൻ. ഹല്ലേലൂയ. Hallelujah. We are free from Kerala and India and Malayalam. ആമേൻ. നമ്മൾ കേരളത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എല്ലാം യേശുക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. But what is that specific spirit for people in Kerala? Can you tell me? കേരളക്കാരുടെ പ്രത്യേക ആത്മാവ് എന്താണ്? Exactly. ആമേൻ. നിഗളം. ആമേൻ. That is true. I'm telling you, in the last so many years of my life, having seen different people groups to some extent, this is one particular thing about the people in Kerala. They are so proud. I'm talking about my own people. അനേക കൂട്ടങ്ങളെ കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം പ്രത്യേകമായിട്ട് എനിക്ക് മലയാളികളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് അവർ പ്രത്യേകമായിട്ടൊരു നിഗളമുള്ള കൂട്ടമായി എനിക്ക് കണക്കാക്കാൻ കഴിയും. Though our people think that they are very educated and elite, they are actually fools in the heart. അവർ വളരെ വിദ്യാഭ്യാസമുള്ളവരാണെന്ന് ശ്രേഷ്ഠെന്നൊക്കെ അവർ തങ്ങളെ തന്നെ നിരൂപിക്കുന്നു എങ്കിലും ഉള്ളിൽ മണ്ടന്മാരാ. A fool says in his heart there is no God. ഹല്ലേലൂയ. അതെ, അല്ലെ, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. Have you seen how people, when they get into trouble, you look all around you, all the states around you in India, they will immediately say kaduvale andavare kapathungo. They live like that. Have you seen how the Kerala, I'm not talking about believers, have you seen how the average Kerala Malayali behaves? ഹല്ലേലൂയ. ഏതൊരു ഭാഷാ ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിൽ അവർ പ്രയാസത്തിലകപ്പെടുമ്പോൾ ഒന്നും അറിയാതെ അവർ ഉള്ളിൽ നിന്ന് ദൈവമേ രക്ഷിക്കണമേ എന്ന് ദയനീയമായി നിലവിളിക്കും. എന്നാൽ കേരളക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? Either they will kill somebody else or they'll take their own life. ഒന്നിൽ മറ്റാരെയും കൊല്ലും, അല്ലെങ്കിൽ അവർ തന്നെ കൊല്ലും. I'm telling you the truth. സ്തോത്രം, സത്യം പറയുകയാണ്. It's time that you started crying for your own homeland. നമ്മുടെ ദേശത്തിന് വേണ്ടി കരയാനുള്ള സമയമായി പ്രിയപ്പെട്ട. It's not a joke. അത് തമാശയല്ല. Okay, let's come back to Ephesus. എഫെസസിലേക്ക് മടങ്ങി വരാം. So here the church in Ephesus was planted among different kinds of spirits. പലതരത്തിലുള്ള ഭൂതാത്മ ശക്തികൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്താണ് എഫേസ്യ സഭ And സ്ഥാപിക്കപ്പെട്ടത്. there the church was growing. അവിടെ സഭ വളരുകയാണ്. We read in Ephesians 1, the last chapter, one of the principles of a church. I will touch that and again we'll go to this part. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ദൈവസഭയുടെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാം. അത് What നോക്കിയിട്ട് is a church? Let me quickly touch that and then we'll go to speaking the truth in love. എന്താണ് സഭയെന്ന് നോക്കിയിട്ട് സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നതിലേക്ക് വരാം. Verses chapter 1, verses 21 and 22. 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ. It says, in whom the whole building being fitted together is growing into a holy temple in the Lord, in whom you also are being built together into a dwelling of God in the Spirit. 1:21-22. ആമേൻ. Amen. I was actually reading the first, so that's good. This is good. One, this I have to touch this also. What you read was 1:21. Can you read for me 2:21 first? Chapter 2, verses. Thank you, Sajan. 2:21 and 22. Please look at this. ദയവായി ശ്രദ്ധിക്കുക. This room is built by these blocks of stones. ഈ ഇഷ്ടിക കട്ടകൾ കൊണ്ടാണ് ഈ റൂം പണിഞ്ഞിരിക്കുന്നത്. One has been kept on top of the other. One has been kept on top of the other in an orderly manner, so that we can dwell in this place. ഒന്നിനു മീതെ ഒന്നായിട്ട് ഈ കട്ടകൾ ചേർത്ത് വെച്ചു. അതിന്റെ ഫലമായി നമുക്ക് ഇതിൽ വസിക്കാൻ പറ്റും. In the same way, അതുപോലെ in the New Testament, പുതിയ നിയമത്തിൽ we are these building blocks. നാം ആണ് ഈ കെട്ടിടത്തെ പണിയായിരിക്കുന്ന കല്ല്. We have been brought together so that the Holy Spirit Himself can live among us inside the building that is us. നമ്മളെ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി വന്ന് നമ്മളെ പണിതെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വസിക്കും. So if somebody asks you what is a church, tell them church is a place of believers coming together. It is not about the physical structure. It is about you and me coming together, being together in agreement, and then God coming and residing in its midst.
അതുകൊണ്ട് സഭ എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഒരു കെട്ടിടമല്ല, പിന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിശ്വാസമുള്ളവർ ഒന്നിച്ചു കൂടി വന്ന് അവരുടെ ഇടയിൽ അവർ ഐക്യത്തിൽ കൂടി വരുമ്പോൾ ദൈവം അവരുടെ ഇടയിൽ ഇറങ്ങി വസിക്കുന്ന ഒരു സ്ഥാപനമാണ് സഭ. So you understand one definition of a church. സഭയുടെ ഒരു നിർവചനം മനസ്സിലായോ? When we come to this place, don't say we are coming to church, say we are coming to our meeting place. ഹല്ലേലൂയ. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോകാന്നല്ല പറയേണ്ടത്, ഞങ്ങളുടെ ആരാധന സ്ഥലത്ത് പോവുകയാണ്. Now we go to chapter 1 and the last couple of verses. ഒന്നാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ നോക്കാം. And that is where sister just read it for us. അതാണ് ഇപ്പോൾ വായിച്ച വാക്യങ്ങൾ. There we see which is a surpassing greatness of his power toward us who believe, that these are in accordance with the working of the strength of his might, which he brought about in Christ when he raised him from the dead and seated him at his right hand in the heavenly places, far above all rule and authority and power and dominion, and every name that is named, not only in this age, but also in the one to come. And now listen, and he put all things in subjection under his feet, and gave him as head over all things to the church, which is his body, the fullness of him who fills all in all. നമ്മൾ വായിക്കുന്നു, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. So അതിന്റെ അർത്ഥം, Jesus, യേശു കർത്താവ് when he died on the cross, കാൽവരിയിൽ മരിച്ചപ്പോൾ he was buried. യേശു അടക്കപ്പെട്ടു. God the Father raised him up, പിതാവ് യേശുവിനെ ഉയർപ്പിച്ചു. and he seated him in a position of authority. അധികാരത്തിന്റെ ഒരു കേന്ദ്ര The സ്ഥാനത്ത് greatest authority in heaven and earth after God the Father is Jesus Christ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും പിതാവായ ദൈവം കഴിഞ്ഞാൽ സകല അധികാരത്തിന്റെ കേന്ദ്ര സ്ഥാനവും കർത്താവ് യേശു Aren't you excited to hear that your God, ആമേൻ, your elder brother, ആമേൻ, is the greatest authority in heaven and earth, ഓ so ഹല്ലേലൂയ, approved by God the Father? ആമേൻ. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഉത്സാഹം തോന്നുന്നില്ലേ? നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് സകല അധികാരത്തിന്റെ കേന്ദ്ര സ്ഥാനത്തിരിക്കുന്നത്. Jesus is our elder brother, the Bible says. ദൈവവചനം പറയുന്നു, യേശു നമ്മുടെ ജ്യേഷ്ഠ If സഹോദരനാണ്. you are a born again child of God, Jesus Christ is your elder brother. നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവപൈതലാണെങ്കിൽ യേശുക്രിസ്തു നിങ്ങളുടെ ജ്യേഷ്ഠനാണ്. And your elder brother is the King of Kings and the Lord of Lords. നിങ്ങളുടെ ചേട്ടനാണ് സകല രാജാക്കന്മാരെ ഭരിക്കുന്ന രാജാവ്. What would you feel if your elder brother was the president of the United States of America, still the greatest nation in the world? ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യമായ അമേരിക്കയിലെ പ്രസിഡന്റ് നമ്മുടെ ചേട്ടനാണ്. എങ്ങനെ തോന്നും? You will feel something about it. നമുക്ക് നിശ്ചയമായ അഭിമാനം തോന്നും. Think your elder brother in the Holy Spirit is the King of Kings and the Lord of Lords forever and ever and ever. ആമേൻ. ചിന്തിക്കുക, പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മൂത്ത സഹോദരൻ എന്നേക്കും നിത്യമായി രാജാതിരാജാവും കർത്താധികർത്താവുമായി സകല കേന്ദ്ര അധികാരത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് വാഴുകയാണ്. And now there is something more exciting if you listen. അതിനേക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ട് നിങ്ങൾ This authority has been given to somebody on this earth. ഈ ലോകത്തിൽ അധികാരം നമുക്ക് തന്നിരിക്കും. To whom has this authority been given? ആർക്കാണ് ഈ അധികാരം തന്നിരിക്കുന്നത്? You okay? To whom has this authority been given? ആർക്കാണ് ഈ അധികാരം ലഭിച്ചിരിക്കുന്നത്? We just read it. നമ്മളിപ്പോ വായിച്ചു. To the church. സഭയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. Oh my goodness. Thank you Lord. Hallelujah. I should either be speaking in English or in Malayalam. If anybody can speak in French, I wish I can speak that too. Can you speak in French? I know. He said that. Every authority of Jesus Christ has been given to the church. യേശുവിന്റെ സകല അധികാരങ്ങളും തന്റെ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുക. Where Jesus Christ is honored, യേശുക്രിസ്തു എവിടെ മാനിക്കപ്പെടുന്നുവോ, where the word of God is honored, ദൈവത്തിന്റെ വചനത്തിന് എവിടെ മാന്യത where കിട്ടുന്നു, the Holy Spirit is welcome without limitation, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ പരിധി കൂടാതെ ആര് സ്വാഗതം ചെയ്യുന്നുവോ there Jesus Christ reigns in his church. അങ്ങനെയുള്ള സ്ഥലത്ത് യേശു കർത്താവ് വാഴുകയാണ്. Tell me who can stand against a church like that? അങ്ങനെയുള്ള ഒരു സഭയ്ക്ക് എതിരെ നിൽക്കുവാൻ ആർക്ക് സാധിക്കും? Tell me who can stop the growth of a church like that? അങ്ങനെയുള്ള ഒരു സഭയുടെ വളർച്ചയെ തടയുവാൻ ആർക്ക് കഴിയും? Tell me which prayer will not be answered with a church like that? അങ്ങനെയുള്ള ഒരു സഭയുടെ ഏത് പ്രാർത്ഥനയ്ക്കാണ് മറുപടി കിട്ടാത്തത്? That is why, precious people, in every generation God tries to raise up churches like that, pure and away from the world. അതുകൊണ്ടാണ് ഓരോ തലമുറയിലും ശുദ്ധമായ തന്റെ സഭയെ ലോകത്തിൽ അകന്നു നിൽക്കുന്ന ഒരു സഭയെ ദൈവം എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. Because God wants to manifest his glory to the world through the church. കാരണം ഈ ലോകത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആ സഭയെ ദൈവത്തിന് ആവശ്യമാണ്. That is why when you and I pray, you begin to see miracles happening. അതുകൊണ്ടാണ് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യുന്നത്. That is why, because Jesus is here. അതുകൊണ്ടാണ് യേശു ഇവിടെ ഉള്ളത്. The reason why we have seen a lot of miracles in the past and about to see even greater ones is because he is in our midst. കഴിഞ്ഞ കാലങ്ങളിൽ അനേക അത്ഭുതങ്ങൾ കണ്ടതും വരും കാലങ്ങളിൽ
അത്യധികം ശ്രേഷ്ഠമായതിനെ കാണാൻ പോകുന്നു. In 2013, I want you to be ready for awesome things. 2013 ഏറ്റവും വലിയ കാര്യങ്ങൾക്കായി നിങ്ങൾ ഒരുങ്ങണമേ. Because your God, I tell you, in November 2012, I heard the lion roaring in Philadelphia. ഹല്ലേലൂയ. നവംബർ 2012 യഹൂദ ഗോത്രത്തിന്റെ സിംഹം ഈ ഫിലഡൽഫിയയിൽ മുരളുന്നത് അലറുന്നത് ഞാൻ കേട്ടതാണ്. There is going to be an amazing revival coming up. വലിയൊരു ഉണർവ് വിദേശത്ത് വരുന്നുണ്ട്. Pastor Philip and I expected it to happen sometime in 2012, but the Lord has his better time. Amen. ഹല്ലേലൂയ. 2012 സംഭവിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചു, എന്നാൽ ദൈവത്തിന്റെ സമയം അതല്ല. I want you to be expecting great things. Life is not going to be the same in Philadelphia anymore. ഫിലഡൽഫിയയിലെ ജീവിതം പഴയതുപോലെ ആയിരിക്കത്തില്ല. You can be sure about it. നിങ്ങൾക്ക് അത് ഉറപ്പാക്കാം. God is going to use the minority to raise up a big revival in this nation. ഏറ്റവും ചെറിയൊരു ന്യൂനപക്ഷത്തെ ഒരു വലിയ ഉണർവിനായി ദൈവം ഒരുക്കുകയാണ്. And that is why God is setting his church first. അതുകൊണ്ടാണ് തന്റെ സഭയുടെ അടിസ്ഥാന ദൈവം പണിയുന്നത്. And that is why I'm always sensitive. Lord, I pray people will stick together. People will stick together because they do not know what they lose when they begin to move away. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ജനത്തെ ഒന്നിച്ച് ഐക്യത്തിൽ നിർത്തണമേ. കാരണം അവർ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് അവർക്കിപ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് അവരെ ഒന്നിച്ച് നിർത്തണമേ. ഞാൻ എപ്പോഴും അതിനായി പ്രാർത്ഥിക്കുന്നു. I don't believe in persuading people with sweet talk. നല്ല മധുരമായി സംസാരിച്ച് ആളുകളെ സ്വാധീനിക്കുന്ന സ്വഭാവം എനിക്കില്ല. I believe in shepherding and pastoring people, but not persuading people. ഹല്ലേലൂയ. ആളുകളെ നിർബന്ധിക്കുന്നതിൽ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. But I pray, I say, Lord, let them not lose it out. Let them not lose it out. എന്നാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ അവർക്ക് നഷ്ടമാകരുതേ. One thing I know, there is going to be a large crowd of people. ഒരു കാര്യം എനിക്കറിയാം, വലിയൊരു കൂട്ടത്തെ ദൈവം കൊണ്ടുവരും. God will never disappoint me. ദൈവം എന്നെ നിരാശനാക്കിയില്ല. But my prayer is that all of us will be there. എന്നാൽ എൻ്റെ ആഗ്രഹം നമ്മളെല്ലാം അവിടെ കാണണം. Can you say an amen to that? അതിനോട് നിങ്ങൾക്ക് യോജിക്കാമോ? So precious people, the church is being planted to bring in the glory of God. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനമേ, സഭയെ സ്ഥാപിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സ് വെളിപ്പെടുത്താൻ. What is the glory of God? എന്താണ് ദൈവത്തിന്റെ തേജസ്സ്? In the book of Exodus chapter 33, we see how Moses was desperate for the glory of God. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ ദൈവത്തിന്റെ തേജസ്സ് കാണുവാൻ മോശയ്ക്ക് ഒത്തിരി ആഗ്രഹം തോന്നി. Moses is a very observant man. മോശസ് വളരെ നിരീക്ഷണമുള്ള മനുഷ്യനാണ്. In case you didn't observe, Moses is a very observant man. ഹല്ലേലൂയ. അദ്ദേഹം വളരെ നിരീക്ഷണ ചാതുര്യമുള്ളവനാണ്. And he was busy feeding his father-in-law's flock. അദ്ദേഹം അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കുകയാണ്. I want to tell some of the people here prophetically. സ്തോത്രം. പ്രാവചനികമായി ചിലരോട് വിളിച്ചു പറയട്ടെ. Before Moses had his own ministry, he was busy taking care of his father-in-law's flock. ഹല്ലേലൂയ. സ്വന്തമായ ശുശ്രൂഷ ദൈവം കൊടുക്കുന്നതിന് മുമ്പ് അമ്മായിയപ്പന്റെ ആട് മേയ്ക്കായിരുന്നു അദ്ദേഹം. Do you know, before David began to take over the Lord's flock, he was taking care of his father's flock. ആമേൻ. ദാവീദ് ദൈവജനത്തിന്റെ ഇടയനായി തീരുന്നതിന് മുമ്പ് അപ്പന്റെ ആടുകളെ മേയ്ക്കായിരുന്നു. You know why God put them through these situations? ഈ സാഹചര്യം കൂടി ദൈവം എന്തുകൊണ്ടാണ് അവരെ God was അനുവദിച്ചത്? looking into their heart. അവരുടെ ഹൃദയങ്ങളെ ദൈവം ഈ സാഹചര്യം കൂടി നോക്കി. Moses is taking care of his father-in-law's flock. He would get nothing out of it. ഹല്ലേലൂയ. അമ്മായിയപ്പന്റെ ആടിനെ നോക്കിയാൽ മോശയ്ക്ക് ഒന്നും പ്രതിഫലം കിട്ടാനില്ല. God said, this guy is good. ഹല്ലേലൂയ. ഇവൻ കൊള്ളാം. ദൈവം തോന്നി. He's accountable to his father-in-law Jethro. He's accountable to me. He's good. I'll make him to take care of my own people. He's a trustworthy fellow. അമ്മായിയപ്പനോട് വിശ്വസനായിരിക്കും ദൈവം, എന്നോട് വിശ്വസനായിരിക്കും ദൈവം കരുതി. അതുകൊണ്ട് The same thing with David. ദാവീദിനെ പറ്റി അതുപോലെ. David could get nothing. ദാവീദിനൊന്നും കിട്ടാനില്ല. But he was willing to risk his life by keeping the flock away from the cub and the lion and the tiger, all for his father. And if there was going to be some blessing, his brothers were also going to get it. Still, David was faithful. ആമേൻ, ആമേൻ, ആമേൻ. സ്വന്തം ജീവനെ പോലും അവഗണിച്ചുകൊണ്ട് തന്റെ ആടിനെ സിംഹത്തിന്റെയും കടുവായുടെയും ഒക്കെ വായിൽ നിന്ന് രക്ഷിക്കുവാൻ ദാവീദിന് തോന്നി. ഇത് ദൈവം കണ്ടു. ദൈവത്തിന് അവനിൽ പ്രസാദം തോന്നി. A time came, God said, Moses, now I'll give you your own flock. ഹല്ലേലൂയ. അങ്ങനെ ഒരു സമയം വന്നപ്പോൾ ദൈവം പറഞ്ഞു, മോശെ ഞാൻ നിനക്ക് നിന്റേതായിട്ടൊരു കൂട്ടത്തെ തരാം. David, I'll give you your own flock, my own people. ദാവീദേ, എന്റെ ജനത്തെ ഞാൻ നിനക്ക് നിന്റെ. Somebody shout an amen. ഹല്ലേലൂയ. God always is excited with faithfulness. വിശ്വസ്തതയെ എപ്പോഴും ദൈവം മാനിക്കും. Faithful in little, faithful in much. അല്പത്തിൽ വിശ്വസനാണെങ്കിൽ അധികത്തിൽ All right, വിചാരകനാകും. so let's come back. We were talking about the manifestation of glory about Moses. ആമേൻ. ദൈവ തേജസ്സ് മോശയ്ക്ക് കണ്ടതിനെ പറ്റി നമ്മൾ പറയാം. Moses said one thing. മോശ ഒരു കാര്യം പറഞ്ഞു. Lord, I have forsaken everything and followed you. കർത്താവേ, ഞാൻ എല്ലാം വിട്ട് അങ്ങേ പിൻപറ്റിയതാ. But show me your glory. എന്നാൽ അങ്ങയുടെ തേജസ് എന്നെ ഒന്ന് കാണിക്കണം. So what did God do? അതുകൊണ്ട് ദൈവം എന്താ പറഞ്ഞു? What does it say here? I don't want to go into that. What did God say? ദൈവം എന്ത് The പറഞ്ഞു? Lord passed. ആമേൻ. Yeah, but God passed. And the Bible says there, Moses saw the goodness of God that day. ഹല്ലേലൂയ. ഒരു പാറയുടെ വിടവിൽ മോശയെ നിർത്തിയിട്ട് ദൈവം കടന്നുപോയി. ദൈവവചനം പറയുന്നു, മോശ ദൈവത്തിന്റെ നന്മയെ കണ്ടു. In other words, what is the glory of God?
കാരണം ദൈവത്തിന് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ നന്മ എന്താണ്? The glory of God is His goodness. ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നന്മയാണ്. It is supernatural goodness. അത് അഭൗമികമായിട്ടുള്ള നന്മയാണ്. It is manifested in different ways. ഇത് പല രീതിയിൽ വെളിപ്പെട്ട് വരുന്നു. And Moses was able to see the goodness of God that is separated from the world, separated from the flesh, separated from Satan. And Moses saw that because he asked for it. പിശാചിൽ നിന്നും ലോകത്തിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ദൈവത്തിന്റെ നന്മയെ ഹല്ലേലൂയ മോശയ്ക്ക് കാണാൻ. How many people want to see the goodness of God in 2013? 2013 എത്ര പേർക്ക് ദൈവത്തിന്റെ തേജസ് കാണാൻ? I want to see that glory as I've never seen him before. I am running after him these days. I said I want to see you. I want to see you. I'm running like that after God these days. ഒരിക്കലും കാണാൻ ഒരിക്കലും നഷ്ടപ്പെടാതെ അത് കാണാൻ വേണ്ടി ഞാൻ ഈ ദിവസങ്ങളിൽ ഓടുകയാണ്. നമുക്കെല്ലാം അത് കാണാൻ. I said I'm not satisfied, Lord, with these things. കർത്താവേ ഇത്ര കൊണ്ട് എനിക്ക് തൃപ്തിയായിട്ടില്ല. I'm not satisfied with an anointing up to the waist probably. കർത്താവേ അരയോളമുള്ള അഭിഷേകം കൊണ്ട് എനിക്ക് Or തൃപ്തിയില്ല. probably up to my head. കർത്താവേ തലയോളമുള്ള അഭിഷേകം കൊണ്ട് I'm willing to do any sacrifice. I want to see your glory. കർത്താവേ എന്ത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എനിക്ക് ഇതിന്റെ തേജസ് കാണണം. Church, are we together in this in 2013? പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇതിൽ എന്നോട് യോജിക്കാൻ Let's say, പറ്റുമോ? Lord, show us your glory. കർത്താവേ അങ്ങയുടെ തേജസ് ഞങ്ങളെ കാണിക്കണമേ. But before God did that to Moses, മോശയ്ക്ക് ദൈവം കാണിക്കുന്നതിന് മുമ്പ് there was something which God did with Moses. മോശയോട് ദൈവം ഇടപെട്ടു. You know what God did with Moses? എന്താ ദൈവം ചെയ്തത്? Children, are you listening, all of you? നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുന്നുണ്ടോ? What did God do with Moses? മോശയോട് ദൈവം എന്ത് ചെയ്തു? He picked him up from where he was. താനായിരുന്നിടത്ത് ദൈവം അവനെ പിടിച്ചെടുത്തു. As a mama said, he put him under a rock. ഹല്ലേലൂയ. അവനെ ഒരു പാറയുടെ പിളർപ്പിൽ നിർത്തി. And he said, Moses, you cannot see me. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, മോശേ നിനക്ക് എന്നെ മുഴുവൻ എൻ്റെ മുൻവാശം നിനക്ക് കാണാൻ പറ്റത്തില്ല. You can see the backside. That is okay, you can see my backside. എൻ്റെ പിൻഭാഗം നിനക്ക് കാണാൻ But പറ്റും. even for that, you need to remain hidden. അതിനു പോലും നീ മറഞ്ഞിരിക്കണം. In the new covenant, there is a rock that has been given to you and me. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾക്കും എനിക്കും നൽകപ്പെട്ട ഒരു പാറയുണ്ട്. God is calling us to be hidden in that rock called Jesus Christ. ആ യേശുക്രിസ്തു എന്ന പാറയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാൻ ദൈവം നമ്മളെ When പറ്റി you ആഗ്രഹിക്കുന്നു. truly are hidden in that rock, നാം യഥാർത്ഥത്തിൽ ആ പാറയ്ക്കുള്ളിൽ മറയുമ്പോൾ you will begin to see His glory. അവന്റെ തേജസ് നമ്മൾ കാണും. I tell you, Moses was in the old covenant, നമുക്കറിയാം മോശ പഴയ നിയമത്തിലാണ്. where you could not look at face and come back at God's face and come back like that. അതിന് ദൈവത്തിന്റെ മുഖം കണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മടങ്ങി വരാൻ പറ്റത്തില്ല. Moses was a servant. അദ്ദേഹം ദാസനായിരുന്നു. I am a son. I don't know about you. I am a son. ഞാനൊരു മകനാണ്. നിങ്ങളെ പറ്റി എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പറയാം. Are you a son? നിങ്ങൾ മകനാണോ? Are you greater than Moses? നിങ്ങൾ മോശയേക്കാൾ വലിയവനാണോ? Are you greater than Elijah? നിങ്ങൾ ഏലിയാവിനേക്കാൾ വലിയവനാണോ? We are in Christ, brothers and of Christ. ഹല്ലേലൂയ. നാം ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. We are sons. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. We are called to sit in the bosom of the Father പിതാവിന്റെ മടിയിൽ ഇരിക്കാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു. and to behold His glory. ഇതാ അവന്റെ തേജസ്. And that is the days that is going to come. അതാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മുമ്പിലുള്ളത്. That is why I'm going to say, when God tries to put you in the rock, just stay in the rock. അതുകൊണ്ട് ദൈവം നിങ്ങളെ ആ പാറയുടെ പിളർപ്പിൽ ഒളിപ്പിക്കുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം. You know why Christians fail? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പരാജയപ്പെടുന്നത്? They don't want to be in the rock. അവർക്ക് അതിൽ ഒളിഞ്ഞിരിക്കാൻ ഇഷ്ടമില്ല. When God tries to push them under the rock, they somehow wriggle out and come out. ദൈവം അവരെ പിളർപ്പിലേക്ക് മറയ്ക്കുമ്പോൾ അവർ അതിൽ നിന്ന് പുറത്തു വരും. God says, be still. I want to show you something. ദൈവം പറയും, മോനെ മിണ്ടാതിരി, ഞാൻ നിന്നെ കാണിക്കാം. No, God, I want to show you something. അപ്പം അങ്ങോട്ട് നമ്മൾ പറയും, ഞാൻ അങ്ങോട്ട് കാണിക്കാം. I want to show you how clever I am in singing. എനിക്ക് പാടാൻ എത്ര കഴിവുണ്ട് ഞാൻ How കാണിക്കാം. clever I am in preaching the word of God. എനിക്ക് ദൈവം പ്രസംഗിക്കാൻ God said, I know all that, but you be still now. ദൈവം പറയും, അതല്ല എനിക്കറിയാം, നീ അവിടെ Let മിണ്ടാതിരി, me show you something. ഞാൻ നിന്നെ കാണിക്കട്ടെ. No, I want to tell you what happened in 2 years ago. I want to tell you something, God. ഹല്ലേലൂയ. കർത്താവേ 2 വർഷം മുമ്പ് ഞാൻ കാണിച്ചത് ഞാൻ അങ്ങോട്ട് പറയാം. God said, I know all those things. കർത്താവ് പറയും, എനിക്കതെല്ലാം അറിയാം മോനെ. I know your problems. നിന്റെ പ്രശ്നം എനിക്കറിയാം. You don't have to tell me your problems. പ്രശ്നം എന്നോട് പറയേണ്ട I know every problem of yours. നിന്റെ പ്രശ്നം എല്ലാം എനിക്കറിയാം. I know your problem because you tell your pastor at least 300 times your one problem every day. എനിക്കറിയാം 300 പ്രാവശ്യമെങ്കിലും നിന്റെ പ്രശ്നം വീണ്ടും വീണ്ടും പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. So I know your problem. എനിക്കറിയാം I പ്രശ്നം. know your situation. സാഹചര്യം I അറിയാം. know your struggle. നിന്റെ പ്രയാസങ്ങൾ അറിയാം. I know it all. എനിക്കെല്ലാം അറിയാം. Please, church, this is prophetic. Please let me manifest myself to you. ഹല്ലേലൂയ. ദൈവം പറയാണ്, മോനെ ഞാൻ തന്നെ ഒന്ന് വെളിപ്പെടട്ടെ. How many people say yes, Lord? ആമേൻ. എത്ര പേര് അതിനായി ഏൽപ്പിച്ചു കൊടുക്കും? It's very difficult to be in the rock, you know that? ആ പിളർപ്പിൽ ഇരിക്കാൻ ചില പ്രയാസമാണ്. It's not easy. അത് എളുപ്പമല്ല. It's very tough. അത് പ്രയാസമാണ്. This morning I had to take a decision to be here in Philadelphia this evening. ഇന്ന് വൈകുന്നേരം ഫിലഡൽഫിയയിൽ ആയിരിക്കാൻ ഞാൻ ഒരു തീരുമാനമെടുത്തു. That is not an easy decision. അതൊരു എളുപ്പമുള്ള തീരുമാനമല്ല. The Lord woke me up in the morning. I thank God because He's faithful. രാവിലെ ദൈവനെ ഉണർത്തി, ദൈവത്തിന്റെ വിശ്വസ്തത. And then I said, Lord, help me in this to take this decision. എന്നിട്ട് പറഞ്ഞു, ദൈവമേ തീരുമാനം എടുക്കാൻ എന്നെ സഹായിക്കണം. He said He will do that.
കർത്താവ് പറഞ്ഞത് ചെയ്യാം. I called up the people. ഹല്ലേലൂയ, ഞാൻ അവരെ വിളിച്ചു. That is being under the rock. ഹല്ലേലൂയ, അതാണ് ദൈവം പറഞ്ഞ അനുസരിക്കാൻ. Being where God wants you to be at a particular time is what is being in the rock. ഒരു പ്രത്യേക സമയത്ത് നമ്മൾ എവിടെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു അവിടെ ആയിരിക്കുന്നതാണ് ഈ പിളർപ്പിൽ ഒളിക്കുക എന്ന് If പറഞ്ഞു. God has found you in a particular church, ഒരു സഭയിൽ ദൈവം നിങ്ങളെ കണ്ടെങ്കിൽ stay there. അവിടെ നിൽക്കുക. You may not like all the people coming to church. അവിടെ വരുന്നവരെ എല്ലാവരും ഇഷ്ടമായിരിക്കത്തില്ല. I got excellent news for you. ഹല്ലേലൂയ, നല്ല വർത്തമാനം നിങ്ങളോട് പറയാനുണ്ട്. I have also come from there. ഞാൻ ഇവിടെ നിന്ന് വന്നതാ. I didn't like everybody coming to church, എല്ലാവരും സഭയിൽ വരുന്നത് എനിക്ക് but I ഇഷ്ടമല്ല. like the one who started the church. എന്നാൽ സഭ സ്ഥാപിച്ച വ്യക്തി എനിക്ക് And ഇഷ്ടമാണ്. I began to draw close to him. അവനോട് ഞാൻ അധികം അടുത്തു. When I began to draw close to him, he told me that there is no reason I too should like you, but I am loving you. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവനോട് അധികം അടുത്തപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ദൈവനെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ദൈവം എന്നെ സ്നേഹിച്ചു. He said, I love you as you are. ഹല്ലേലൂയ, ദൈവം പറഞ്ഞു നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ And നിന്നെ it is സ്നേഹിക്കുന്നു. my job to change you. നിന്നെ തിരുത്തേണ്ട, നിന്നെ മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വം എന്റേതാ. Are you ready to absorb other people also? മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ നീ ഒരുക്കമാണോ? I said, yes, Lord. ഞാൻ പറഞ്ഞു ശരി കർത്താവേ. All right. That is another step towards becoming a successful minister. Enter into my ministry. ഹല്ലേലൂയ, ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അടുത്ത ചുവടായിരുന്നു. Hallelujah. Lord, I like to mix only with my Syrian Christian friends from Kerala. Hallelujah. കർത്താവേ, എന്റെ സമാന മനസ്കരായ സിറിയൻ ക്രിസ്ത്യാനികളോട് മാത്രമേ ഞാൻ കൂടത്തുള്ളൂ. Do you know, by the way, let me tell you, many of the churches, even in America today, they will allow only their own people. What a sad state of ഈവൻ affairs. അമേരിക്കയിൽ പോലും ഇപ്പോഴും അവരുടെ സ്വന്തം കൂട്ടത്തിലുള്ള ഗ്രൂപ്പുകളെ മാത്രമേ ആളുകൾ ചേർക്കത്തുള്ളൂ. അത് വളരെ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ്. Church of Jesus Christ, let me tell you, ദൈവസഭ, യേശുവിന്റെ സഭയെ ഞാൻ പറയട്ടെ, the church is never planted for a particular community or a particular group of people. ഒരു പ്രത്യേക കൂട്ടത്തിന് വേണ്ടി അല്ല ഒരിക്കലും യേശുവിന്റെ സഭ സ്ഥാപിക്കപ്പെടുന്നത്. The church of Jesus Christ is for all whom the Lord will bring into the church. ഹല്ലേലൂയ, ദൈവം കൂട്ടിക്കൊണ്ടുവരുന്ന സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയമാണ് ദൈവത്തിന്റെ Somebody സഭ. shout an amen. ഹല്ലേലൂയ. In the past, many have failed. കഴിഞ്ഞ കാലങ്ങളിൽ അനേകർ പരാജയപ്പെട്ടു. I remember a man of God came in July, right? In July, he had a meeting in one of the places here. ഹല്ലേലൂയ, ജൂലൈയിൽ വന്ന ദേവദാസന് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. His father, David Stewart Sr., അദ്ദേഹത്തിന്റെ പിതാവ് ഡേവിഡ് സ്റ്റുവർട്ട് സീനിയർ എന്ന് പറയുന്ന was a missionary from Kansas to Kodaikanal. കാൻസസ് എന്ന ദേശത്തു നിന്നും ഇന്ത്യയിലെ കൊഡൈക്കനാലിൽ ഒരു മിഷണറി ആയിരുന്നു. He was a minister of the Assemblies of God. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ മിനിസ്ട്രി ആയിരുന്നു. And he went to Kodaikanal, many, that is in Tamil Nadu, India, many years ago. And he did a great job. I don't know if he's still alive. But his son, David Stewart Jr., is a great preacher. He came recently here to Philadelphia. അദ്ദേഹം ഹല്ലേലൂയ, സ്തോത്രം, വളരെ വില കൊടുത്ത് ഇന്ത്യയിൽ കൊടൈക്കനാലിൽ പോയി ഒരു ശുശ്രൂഷ തുടങ്ങി. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഡേവിഡ് സ്റ്റുവർട്ട് ജൂനിയർ. അദ്ദേഹം ഇപ്പോൾ അവിടെ ശുശ്രൂഷ. He, during his message, was asking a question like this. അദ്ദേഹത്തിന്റെ ശുശ്രൂഷത്തെ ഇങ്ങനെ ചോദ്യം ചോദിച്ചു. He said, how would you like it? നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇഷ്ടപ്പെടും? If some of the people in America came to India and started churches and said, you cannot come inside. Only this church is meant only for us white, excuse me for using that word, but only for, let's say, the American people, so to speak. I don't want to use any ഇങ്ങനെ term. ചിന്തിക്കുക. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു സഭ സ്ഥാപിച്ചിട്ട് ഈ സഭയിൽ എൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രം പ്രവേശനം ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? He spoke that out with tears in his heart. I could sense that. അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. And he was speaking to the Malayali community in America. അമേരിക്കയിലെ മലയാളി കമ്മ്യൂണിറ്റിയോടാണ് അദ്ദേഹം പറഞ്ഞത്. And I felt he would have felt unwelcome, though people don't write it on and say this church is meant only for such and such a people. The minute you walk into a place, you can immediately sense the message. ആമേൻ, ആമേൻ. പ്രത്യേകമായിട്ട് എഴുതി പ്രദർശിപ്പിച്ചിരുന്നില്ലെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് അവർ നമ്മളോടുള്ള സമീപനം, നമ്മളോടുള്ള സ്വാഗതം നമുക്ക് അന്തരീക്ഷത്തിൽ തന്നെ മനസ്സിലാകും. That is not a church. അതല്ല യേശുവിന്റെ സഭ. The church is not where, we mix together with people we love, we like to hold together and who agree with us and same taste, and that is not church. നമ്മൾ സ്നേഹിക്കുന്നവരോടും യോജിക്കുന്നവരോടും മാത്രമുള്ള കൂട്ടായ്മയല്ല യേശുവിന്റെ സഭ. Church is where you are accepted by the Lord. Your brother and sister, they are accepted by the Lord. And God gives us grace to accept and love one another. നീയും നിന്റെ സഹോദരനും ദൈവത്താൽ സ്വീകരിക്കപ്പെടുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. In 2013, Precious Church, Revival Church, I want you to have this vision. 2013 റിവൈവൽ സഭയെ നിങ്ങൾ ഈ ദർശനം നിങ്ങൾ മുറുകെ പിടിക്കണം. Thus far, the Lord has been faithful. We have a group of people who are yes for what I speak this morning. ഇത്രത്തോളം ദൈവം നമുക്ക് വിശ്വസനായിരുന്നു. നമുക്കിതുവരെ ഒരു കൂട്ടം ആളുകളെ ദൈവം തന്നവരെ പറയുന്നതിനോട് മറുതലിക്കാതെ ദൈവത്തിന് The വിധേയപ്പെടുന്നവരാണ്. church has to grow in that way.
അതേ രീതിയിൽ തന്നെ സഭ വളരണം. Can somebody shout an amen to that? ആമേൻ. ഹല്ലേലൂയ. Because it is in the growth of the church, our growth also is there. That's what I'm trying to tell you this. കാരണം സഭയുടെ വളർച്ചയ്ക്കുള്ളിലാണ് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയും. Yes, I'm coming to speaking the truth in love. ഞാൻ സ്നേഹത്തിൽ സത്യം പറയുകയാണ്. Am I not speaking the truth in love? സത്യമല്ലേ പറയുന്നത്? I said, what is the point in having all Asians together or all Indians together? If that is not God's plan, you think God will stay in a church like that? ഹല്ലേലൂയ. ഏഷ്യക്കാരെല്ലാം കൂടി ഒന്നിച്ചുകൂടി അല്ലെങ്കിൽ ഇന്ത്യക്കാരെല്ലാം കൂടി ഒന്നിച്ചുകൂടി എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സഭ കൂടിയിട്ട് എന്താണ് കാര്യം? Let me tell you one thing about Jesus. യേശുവിനെ പറ്റി ഒരു കാര്യം പറയട്ടെ. He will not stay in a place where he is not honored. You can definitely write it down. ഈ കാര്യം Will he do നിങ്ങൾക്ക് that, Pastor? Will he do that? You know him? ഈ കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കാം, നിങ്ങൾക്ക് എഴുതിയിടാം. യേശുവിനെ മാനിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് യേശു ഒരിക്കലും നിൽക്കത്തില്ല. I can prove it to you from the book of Revelations. വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ തെളിയിക്കാം. In the book of Revelation, he is standing outside a church and knocking. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ഒരു സഭയുടെ വെളിയിൽ നിന്നുകൊണ്ട് കർത്താവ് മുട്ടുകയാണ്. When I think of that, I start laughing. You know why? അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് They are having their praise and worship and reading psalms and all their usual, everything is going on, but the Lord is not there. ഹല്ലേലൂയ. അവരുടെ സാധാരണയായിട്ടുള്ള ആരാധനയും പ്രൈസും വർഷിപ്പും പ്രസംഗവും എല്ലാം അവിടെ നടക്കുക. പക്ഷേ കർത്താവ് സഭയ്ക്കുള്ളിലില്ല, കർത്താവ് വെളിയില്ല. What is the point in having a church if Jesus is not there? യേശുവില്ലാത്തൊരു സഭ കൊണ്ട് എന്താണ് കാര്യം? People, we have not come to that stage. I thank God. നമ്മൾ അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. അതിനായി ദൈവത്തിന് സ്തോത്രം. And I know the elders have always told me, and I tell them, if the minute Jesus walks out of this church, I go with him. ഹല്ലേലൂയ. ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്, യേശു ഈ സഭയിലില്ലെങ്കിൽ ഞാൻ യേശുവിന്റെ കൂടെ കടന്നു പോകും. Who wants a position here without Jesus? യേശുവിനെ കൂടാതെ ആർക്കാണ് സ്ഥാനമാനങ്ങൾ ആവശ്യം? Who wants a ministry without Jesus? യേശുവിനെ കൂടാതെയുള്ള ശുശ്രൂഷ Who ആർക്കാണ്? wants to play the keyboard without Jesus? യേശുവില്ലെങ്കിൽ എന്തിനാണ് കീബോർഡ് കളിക്കുന്നത്? Who wants anything without Jesus? യേശുവില്ലെങ്കിൽ Where Jesus is, everything is there. ഓ യേശുവുണ്ടോ അവിടെ സകലതുമുണ്ട്. Where Jesus is, everything is there. യേശു ഉള്ളിടത്ത് സർവ്വമുണ്ട്. That is why the Bible says he has filled his fullness into the church. അതുകൊണ്ടാണ് തന്റെ നിറവിനാൽ തന്റെ സഭയെ ദൈവം നിറച്ചിരിക്കുന്നു പറയുന്നത്. That is why this morning there is going to be tremendous healing. How many people are ready for that? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സൗഖ്യം ഇവിടെ ഒഴുകാൻ We പോകുകയാണ്. don't need big tele-evangelists. We need humble people like you to release the anointing of the Lord so that you may be healed this morning. വലിയ ടെലിവാജിന്റെ ആവശ്യമില്ല. താഴ്മയുള്ളവർ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിൽ I have declared to you the authority of the church this morning. സഭയുടെ അധികാരം നിങ്ങളുടെ മേൽ ഞാൻ പ്രഖ്യാപിച്ചു. Ephesians 4:15 says, speaking the truth in love. എഫേസ്യർ 4:15 പറയുന്നു സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. What is the truth, people of God? I'm going to stop. What is the truth? എന്താണ് സത്യം? Take it easy. The word of God is the truth. ദൈവവചനമാണ് സത്യം. The Bible says, ദൈവവചനം പറയുന്നു heaven and earth may fail, but the word of God will not fail. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും എങ്കിലും ദൈവത്തിന്റെ വചനങ്ങൾ മാറുകയില്ല. If God said it, it is yes and amen. ദൈവം പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കും. If God said it, it is yes. ദൈവം പറഞ്ഞെങ്കിൽ ഉവ്വെന്ന് തന്നെയാണ്. Question number 1. ഒന്നാമത്തെ Did ചോദ്യം, Jesus die on the cross? യേശു ക്രൂശിൽ മരിച്ചുവോ? How do you know? എങ്ങനെ The അറിയാം? Bible says it. ദൈവവചനം അത് പറയുന്നു. And I believe it. ഞാൻ അത് And വിശ്വസിക്കുന്നു. then the Holy Spirit comes and stands and helps me and enables me to believe it. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്ന് അത് വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്നു. Does the Bible say when Jesus died on the cross that he died for my sins? ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു യേശു മരിച്ചപ്പോൾ എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്. Does the Bible say that the death on the cross and my acceptance makes me righteous before God? ഹല്ലേലൂയ. യേശുവിന്റെ കാൽവരി മരണവും ഹല്ലേലൂയ സ്തോത്രം പിതാവിനെ സ്വീകരിക്കുവാൻ കാരണമായി തീർന്നു പറയുന്നു. Does the Bible say that if I believe that the stripes of Jesus have healed me, that I will be healed? ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെങ്കിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Does the Bible say Jesus Christ is the same yesterday, today and forever? ദൈവവചനം പറയുന്നു യേശുക്രിസ്തു ഇന്നലെയും എന്നും അനന്യനാകുന്നു. Having spoken these words, ഈ വചനങ്ങൾ പ്രസ്താവിച്ച ശേഷം I now want to ask, ഞാൻ ഇപ്പോൾ ചോദിക്കാം നിങ്ങളോട്, is there one problem, one disease, anything that can stand against this declared word of God this morning? ഈ പ്രഖ്യാപിക്കപ്പെട്ട ദൈവവചനത്തിന്റെ മുമ്പിൽ നിൽക്കാവുന്ന ഒരു പ്രശ്നമുണ്ടോ, ഒരു രോഗമുണ്ടോ, ഒരു പ്രതികൂലമുണ്ടോ? Tell me one family problem that can overcome the word of God. ദൈവവചനത്തെ അതിജീവിക്കുവാൻ കഴിയാത്ത ഒരു ഫാമിലി പ്രശ്നമുണ്ടോ? Is there one disease in your limbs, in your body, that the Holy Spirit through the word of God cannot heal? ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു രോഗം നിങ്ങളുടെ ശരീരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോണം. If Hallelujah. there is, say it now. അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇപ്പോൾ പ്രഖ്യാപിക്കുക. Otherwise you shall never say it again with your mouth. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വാക്കുകൊണ്ട് സംസാരിക്കരുത്. They say these kind of things during the wedding, you know. ആമേൻ. ഹല്ലേലൂയ. If you see any difference, if you see any reason why so and so should not be married, you say it now. Otherwise never open your mouth. വിവാഹ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്.
Amen. Hold your Praise the Lord. peace. Amen. Amen. So I'm telling you today, from today, we are going to hold our peace. അല്ലെ ഇന്ന് നമ്മൾ സമാധാനം മുറുകെ പിടിക്കാൻ പോവുകയാണ്. We are not going to speak our problems and say, I know God is there, but my problem is bigger. That is a lie of Satan. ആമേൻ. എനിക്ക് ഹല്ലേലൂയ എന്റെ പ്രശ്നമുണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്നത് പിശാചിന്റെ പോഷ്കാണ്. Say, yeah, a couple of problems. God will settle it right for me. ആമേൻ. എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാൽ കർത്താവ് നടത്തിക്കോളും. Today or tomorrow, that'll be okay. നാളെ അതെല്ലാം മാറിപ്പോകും. My focus is not my problem. My focus is Jesus. എന്റെ പ്രശ്നത്തിന്മേലല്ല എന്റെ ശ്രദ്ധ How യേശുവിൽ many people are ready to take that this morning? എത്ര പേര് ആ തീരുമാനം എടുക്കാൻ We ഒരുക്കമാണ്? are going to declare words of encouragement to one another. പരസ്പരം നമ്മൾ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കാൻ Some പോകുന്നു. of you are sick. You don't have to do this. We are going to come near you and we are going to pray for you. ശാരീരികമായ അസ്വസ്ഥയുള്ളവർ അങ്ങനെ ചെയ്യണ്ട. ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. But the rest of you, you are going to start declaring words of encouragement. മറ്റുള്ളവർ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വാസത്തോടെ Do പ്രഖ്യാപിക്കണം. not remember every person who comes to church, including the pastor, needs a word of encouragement. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണമേ പാസ്റ്റർ ഉൾപ്പെടെ സഭയിൽ കടന്നവരുടെ സകലർക്കും ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ ആവശ്യമാണ്. Yeah, pastors may look like tough guys, ചിലപ്പോൾ ടഫ് ഗൈസ് ആയവർ തോന്നിയാലും and they are tough guys, by the way. ടഫ് ഗൈസ് തന്നെയാണ്. But sometimes it's good to encourage them. എന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്. Find out a word. Ask the Lord, Lord, give me a word that I may speak a word in faith. കർത്താവേ വിശ്വാസത്താൽ ഞാൻ സംസാരിക്കാൻ ഒരു വചനം എനിക്ക് തരണമേ. Give me a word that I can speak to somebody in love. സ്നേഹത്തിൽ മറ്റൊരാളുടെ പറയുവാൻ ഒരു വചനം I തരണമേ. want to grow in faith. I want to grow in head. Some of you are very disturbed here this morning. ഹല്ലേലൂയ. ചിലർ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നു. You know why? എന്തുകൊണ്ടാണ്? Because your heart is far away. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി കർത്താവ് You're really worried about something. ചില കാര്യങ്ങളെ പറ്റി വിചാരപ്പെട്ടിരിക്കുകയാണ്. Do not be. Do you think you're worrying about anything can add on, can bring a solution? Do you think you can do that? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി തീരും? Tell me which problem of yours was solved because you worried. നിങ്ങൾ വിചാരപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും വിഷയം പരിഹരിക്കപ്പെട്ടുവോ? Aren't you wasting your time? നിങ്ങൾ സമയം വെറുതെ കളയുകയല്ലേ? Worry. വിചാരങ്ങൾ. Shall I tell you something? Don't get offended. എന്നോട് ദയവായി എന്നോട് ഇറച്ചു തോന്നരുത്. Worry is a demon. ഹല്ലേലൂയ സ്തോത്രം. വിചാരപ്പെടുന്നത് ഒരു ഭൂതാത്മാവാണ്. Just like fear is a spirit, I tell you, worry is a spirit which Satan brings. ഭയം ഒരു ആത്മാവാകുന്നതുപോലെ വിചാരപ്പെടുന്നതും പിശാച് കൊണ്ടുവരുന്ന ഒരു ആത്മാവാണ്. Some time ago, I proved to you from the scriptures that fear is a spirit. It is not an emotion. It is a spirit which falls on your emotions. ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പ് തെളിയിച്ചു ഭയം എന്ന് പറയുന്ന ഒരു വികാരമല്ല, നിങ്ങളുടെ വികാരത്തിന്മേൽ വീഴുന്ന ഒരു ആത്മാവാണ്. I read it from you from 2 Timothy 1:9. Don't look at it now. Amen. For you have been given a spirit. You have not been given a spirit of fear, which means fear is a spirit. The same way I tell you, worry is a spirit. Worry. Once it gets into your system, it will go on an autopilot and keep you worrying all the days of your life. ഹല്ലേലൂയ. 2 തിമോത്തി 1:9 വായിക്കുന്നു, ഭീരുത്തിന്റെ ആത്മാവിനെ അല്ല നിനക്ക് ലഭിച്ചത്. അതിന്റെ അർത്ഥം ഭയം ഒരു ആത്മാവാണ് എന്ന് പറഞ്ഞതുപോലെ വറി അല്ലെങ്കിൽ വിചാരപ്പെടുന്ന ഒരു ആത്മാവാണ്. അത് നമ്മളെ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം വിചാരങ്ങളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. Do you know there are people, even if they have everything, they are looking for something to worry. It's become psychological. It has to be healed. I'm not joking. ചിലരെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, മാനസികമായിട്ടുള്ള വിഷയമായിട്ട് നമുക്ക് കണക്കാക്കാം. They ask them, why are you so sad today? അവരോട് എന്താണ് വിഷമിച്ചിരിക്കുന്നത് I have nothing to worry about today. എനിക്ക് ഇന്ന് വിചാരപ്പെടാനൊന്നുമില്ല. I'm so used to worrying. ഞാൻ എപ്പോഴും വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. But today I have nothing to worry. And And that becomes a worry. അതൊരു വിഷയമായിത്തീരുന്നു. We are not called to worry. We are children of God. What will you worry about? നമ്മൾ വിചാരപ്പെടാൻ വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. I worry about who the next president of America is going to be. അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആരാകുമെന്നുള്ളതിനെ പറ്റി Let this man be the president for another 4 years. Let's wait. ഇപ്പോഴത്തെ പ്രസിഡന്റ് 4 വർഷം കൂടെ ഭരിക്കട്ടെ. There are people who are worried to that level. അത്രയും വിചാരപ്പെട്ടുള്ള Oh, what will happen to the church after the millennium? ഹല്ലേലൂയ. 1000 വർഷങ്ങൾക്ക് ശേഷം സഭയ്ക്ക് എന്ത് സംഭവിക്കും? God knows how to take care of his church. ദൈവത്തിന് അറിയാം സഭയെ എങ്ങനെ നയിക്കണമെന്ന്. Okay, these are big things. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. Who will take care of me in my old age? എന്റെ വാർദ്ധക്യത്തിൽ തന്നെ ആയിരുന്നു. Let me stop with this. There's a joke about a person who was nearing his 100th birthday. 100 വർഷത്തോട് അടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു തമാശയാണ്. His children and his grandchildren, they all came near him. അദ്ദേഹത്തിന്റെ അടുത്ത മക്കളും കൊച്ചുമക്കളും വന്നു. And he said, I'm very, very happy about you people that you came and wished me. അദ്ദേഹം പറഞ്ഞു, മക്കളും കൊച്ചുമക്കളും നിങ്ങൾ വന്നതിൽ എനിക്ക് I'm വളരെ really സന്തോഷം. sad about something. ചില I'm worried about something. ചില കാര്യത്തെ പറ്റി വിചാരമുണ്ട്. As long as you are alive, you will take care of me. But what will happen to me after you all pass on? ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നിങ്ങൾ എന്നെ ടേക്ക് കെയർ ചെയ്യും, എന്നാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞ് ആരെന്നെ കാക്കും. Well, somehow he wants to worry, isn't it? ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് ഒരു വറി ആവശ്യമാണ്. Precious people, let us not be like that.
ദൈവജനമേ നമ്മൾക്ക് അങ്ങനെ ആകണ്ട. On the cross, somebody has taken care of our worry. ആമേൻ. ക്രൂശിൽ ഒരാൾ നമ്മുടെ വികാരങ്ങളെ അല്ലല്ലേ നമ്മുടെ ചിന്താ ഭാരങ്ങളെ പരിഹരിച്ചു. He's capable, I tell you. അവൻ ശക്തനാണ് ചെയ്യുവാൻ. This is my testimony in the last 30 plus years. He's 20 plus years. He's capable. കഴിഞ്ഞ 20 വർഷത്തിലധികമായി എൻ്റെ സാക്ഷ്യം ഇതാണ്. He's more than able. അവൻ ഹല്ലേലൂയ ആവശ്യത്തിലധികം മതിയായ. And you will begin to see great things. വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും. Let's close our eyes. കണ്ണുകൾ അടയ്ക്കാം. Thank you, Father. Thank you, Jesus. Let's hand over all those burdens to Jesus. നമ്മുടെ ഭാരങ്ങളെല്ലാം നമുക്ക് കർത്താവിന് കൈമാറാൻ പറ്റും. And let us really put on a purposeful smile. ഹല്ലേലൂയ. മനഃപൂർവ്വമായി നമുക്കൊന്ന് ചിരിക്കാം. And let us say, Lord, I want to be free from this worry of spirit of worry. കർത്താവേ, ഈ വിചാരപ്പെടുത്തലിന്റെ ആത്മാവിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം തരണമേ. Yes, Lord, I want to be really free. എനിക്ക് യഥാർത്ഥ സ്വതന്ത്രനാകണം. No matter what my situation is. കർത്താവേ, എൻ്റെ സാഹചര്യം എന്തായാലും I want to be free. എനിക്ക് സ്വതന്ത്രനാകണം. Free in Christ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കണം. This morning I take from the cross all that I need to overcome my worrying nature. എൻ്റെ വിചാരപ്പെടുന്ന ആ സ്വഭാവത്തെ അതിജീവിക്കാനുള്ളതെല്ലാം ഇന്ന് പകൽക്കാലം ഞാൻ ആ കാൽവരി ക്രൂശിൽ നിന്ന് വലിച്ചെടുക്കുക. Lord, no matter what my situation is. കർത്താവേ, എൻ്റെ സാഹചര്യം എന്തായാലും എനിക്ക് അതിന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. I need that divine healing today. ഇന്നൊരു സ്വർഗീയ സൗഖ്യം എനിക്ക് ആവശ്യമാണ്. My life is yours. എൻ്റെ ജീവിതം അങ്ങയുടേതാണ്. Lord, if I appear to be a failure in front of people, you are responsible. I am not going to take that responsibility. കർത്താവേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു പരാജയമായി തീർന്നാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല. If people are going to mock me, they are going to mock you, not me. ആളുകൾ എന്നെ നിന്ദിച്ചാൽ പരിഹസിച്ചാൽ അങ്ങനെയാണ് അവർ നിന്ദിക്കുന്നത്. How many of you have the guts to tell that to the Lord this morning? എത്ര പേർക്ക് അങ്ങനെ പറയാനുള്ള തന്റെ ഇടമുണ്ട്? I have. എനിക്കുണ്ട്. Because he loved me first. കാരണം അവൻ എന്നെ ആദ്യം സ്നേഹിച്ചു. And he said he'll never leave me an orphan. ഹല്ലേലൂയ. ഒരിക്കലും എന്നെ അനാഥനായി വിടുകയില്ലെന്ന് കർത്താവ്. Yes, he said he's responsible for me. കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ ഉത്തരവാദിയാണ്. I have told him that. I tell him, Lord, I am yours. You can do whatever you want with me. My success, my failure, it is your business. കർത്താവേ, അങ്ങേക്ക് എന്നോട് എന്ത് ചെയ്യുവാൻ അധികാരമുണ്ട്? എൻ്റെ ഉയർച്ചയും താഴ്ചയും പരാജയവും എല്ലാം അങ്ങയുടേതാണ്. Yeah, Lord, can you have the guts to say that? അങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? If you have, lift up your hands. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരം ദയവായി ഉയർത്തുക. You can tell the Lord, Lord, കർത്താവിനോട് ഇങ്ങനെ പറയുക, I am what you say I am. കർത്താവേ, അങ്ങ് എന്നെ പറ്റി എന്ത് പറയുന്നു അതാണ് ഞാൻ. I am healed in Christ. ഞാൻ ക്രിസ്തുയേശുവിൽ സൗഖ്യമായിരിക്കുന്നു. I have an opportunity to get some extra grace this morning. ഇന്ന് പകൽക്കാലം അധികം കൃപ ലഭിക്കാനുള്ള അവസരം എനിക്ക് ക്രിസ്തുയേശുവിലുണ്ട്. I want to hold my head high. എൻ്റെ തല എനിക്ക് ഉയർത്തിപ്പിടിക്കണം. In the different situations of life. ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ I don't care what people say about me. ആളുകൾ എന്നെ പറ്റി എന്ത് പറയുന്നുള്ളത് എനിക്ക് വിഷയമല്ല. People may call me different names. എന്നെ വ്യത്യസ്തമായ നാമത്തിൽ ആളുകൾ വിളിച്ചേക്കാം. I do not really care. ഞാൻ അതിനെ വിഷയമാക്കുന്നില്ല. You have called me a son. അങ്ങ് മകനെന്ന് വിളിച്ചു. You have called me precious. എന്നെ വിലയേറിയവനെന്ന് അങ്ങ് വിളിച്ചല്ലോ കർത്താവേ. That is all that is going to stand. അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. Nothing else will stand. മറ്റൊന്നും നിലനിൽക്കത്തില്ല. People call me different names. ആളുകൾ വ്യത്യസ്തമായ പേരുകൾ എന്നെ വിളിക്കും. I don't really care. ഞാൻ അതിനെ ഗണ്യമാക്കിയില്ല. One thing that matters to me. എനിക്ക് പ്രധാനമുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. You have called me beloved. അങ്ങനെ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നു. That is all that matters to me. അത് മാത്രമേ എനിക്ക് പ്രാധാന്യമുള്ളൂ. Hallelujah. ആമേൻ. And you have given me an opportunity to worship you with the saints. കർത്താവേ, അങ്ങയുടെ വിശുദ്ധന്മാരോടൊപ്പം ആരാധിക്കാൻ എനിക്ക് അങ്ങ് ഒരു സാഹചര്യം തന്നു. Hallelujah. Here, Lord, take my life. കർത്താവേ, എൻ്റെ ജീവിതത്തെ അങ്ങ് എടുത്താട്ടെ. Here, Lord, take my life. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അങ്ങ് എടുത്താട്ടെ. Here, Lord, take over the captaincy of my life. എൻ്റെ ജീവിതത്തിന്റെ നടത്തിപ്പ് അതിന്റെ നായകത്വം അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ. Yes, Lord, you know I have many burdens. കർത്താവേ, എൻ്റെ ഭാരങ്ങളെ അങ്ങ് ഏറ്റെടുക്കണം. And Lord, you know many of those burdens are my own imagination. കർത്താവേ, പല ഭാരങ്ങളും എൻ്റെ സങ്കല്പങ്ങളാണ്. I want you to break that imagination, Lord Jesus. കർത്താവേ, ആ സങ്കല്പങ്ങളെ എനിക്ക് തകർക്കണം. Church, whatever you fear will not come to you. ദൈവസഭയെ നിങ്ങളുടെ ഭയങ്ങൾ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ഭവിക്കയില്ല. Because Isaiah 54 says very clearly, you have nothing to fear. ഹല്ലേലൂയ. കാരണം യെശയ്യാ 54 പറയുന്നു, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. I repeat that, you have nothing to fear. നിങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല. I want to say that again, you have nothing to fear. ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല ഈ ഭൂമിയിൽ. Nothing. ഒന്നുമില്ല. Nothing to fear. ഒന്നുമില്ല.